ഇവിടെ നോക്കിയേ, ഇവിടെ നോക്ക്. തോട്ടത്തിൽ നിറയിൽ നിൽക്കുന്ന നന്മതന്മകളെ തിരിച്ചറിയുന്ന അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. പിശാച് പാമ്പിന്റെ രൂപത്തിൽ ആദിമാതാവിന്റെ പക്കലെത്തി അറിവിന്റെ വൃക്ഷത്തിലെ ഫലം കഴിക്കാൻ പ്രലോഭിപ്പിച്ചു. പ്രലോഭന വിധേയായ അവൾ വിലക്കപ്പെട്ട പഴം പറിച്ചു. അവൾ പറിച്ചു കൊടുത്ത പഴം ആദവും ഭക്ഷിച്ചു. ദൈവത്തെ ലഭിച്ചത് അവരെ ദൈവത്തിന്റെ ഫലങ്ങളായി വിനോദമായി പ്രവാചകന്മാരുടെ പ്രതീക്ഷയായി സകല ജനതകളുടെയും രക്ഷകനായി ദൈവം മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനായി ജനിച്ചു. 6 മാസം രക്ഷയുടെ വഴിയിൽ ദൈവജനം നടത്തിയ തീർത്ഥാടനങ്ങളാണ് പുറപ്പാടുകൾ. ഈജിപ്തിലെത്തിയ യാക്കോബ് മക്കളും അനുകൂലമായ സാഹചര്യങ്ങൾ വളർന്ന വലിയ ജനതയായപ്പോൾ അവരുടെ ഉയർച്ചയുള്ള ഭയന്ന ഈജിപ്തിലെ രാജാക്കന്മാർ അവരെ പീഡിപ്പിച്ച് അടിമകളാക്കി. തന്റെ ജനത്തെ അടിമത്തത്തിന്റെ ധീരതയും രക്ഷിക്കാൻ അവരോടും മകനെ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിച്ചു. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവനെ കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ വീടില്ല. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. I know.